നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന അഴിമതിയും അക്രമവും അതുപോലെ അഴിഞ്ഞാട്ടവും ഒക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകൾ ഒളിച്ചോടിപ്പോയോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു പ്രത്യേക അതിനൊരു മറുപടി പോലെ തന്നെ എനിക്ക് ഇന്നലെ ആണ് അത് അനുഭവപ്പെടുന്നത്. കാരണം ശ്രീ MT വാസുദേവൻ നായർ നടത്തിയ ഒരു പ്രഭാഷണം, അദ്ദേഹം മുഖ്യ പ്രഭാഷകനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ നല്ല രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം ചിലർ പറയും വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടം പോലെ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങോട്ട് നാക്ക് പഴിച്ചതോ ആ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും എന്ന് ചിലർക്ക് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇത് ശ്രീ MT കരുതിക്കൂട്ടി തന്നെ പറഞ്ഞാണ് എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ആ ചെറിയൊരു പ്രഭാഷണം എഴുതി വായിച്ചത്. അത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നത് അദ്ദേഹം വായിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മനഃപൂർവ്വമാണ്, കരുതിക്കൂട്ടി തന്നെയാണ് പറഞ്ഞത്. പറയേണ്ടിടത്ത് തന്നെ പറയണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇത് കേൾക്കണം എന്നുള്ളത് തന്നെയാണ് കാര്യം. അപ്പോൾ അതായത് ഈ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അത് ജനനന്മയ്ക്ക് വിനിയോഗിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും അഴിമതിയൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ആണ് യഥാർത്ഥത്തിൽ MT ചൂണ്ടിക്കാണിച്ചത്. അതിന് MT ചൂണ്ടിക്കാണിച്ചതിൻ്റെ അകത്ത് ശ്രീ സഖാവ് EMS അദ്ദേഹത്തിന് ആണ് യഥാർത്ഥത്തിൽ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. എങ്ങനെയായിരുന്നു EMS എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അധികാരം ചിലർക്കെന്ന് പറയുന്ന ഒരു ലഹരിയാണ്. അധികാരം കിട്ടിക്കഴിയുമ്പോൾ അത് ഏകാധിപതിയും സ്വേച്ഛാധിപതിയും ഒക്കെ ആകാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെതിരെയാണ് ശ്രീ MT വിരൽ ചൂണ്ടിയത് ഇവിടെ. അപ്പോൾ അതിന് ചിലർ പറയും ഇത് ശ്രീ നരേന്ദ്രമോദിക്കെതിരെയാണ്, അല്ലാതെ ഈ ശ്രീ പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ല എന്ന് പറയും. അതിലെന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ തന്നെ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് അദ്ദേഹം, അല്ലാതെ ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചൊന്നുമല്ല ഈ പറഞ്ഞത്. അത് വ്യക്തമാണ്. ഇപ്പൊ ഏതായാലും സാധാരണ മൗനം വെടിഞ്ഞ് അദ്ദേഹം ഇത് പറയുക എന്ന് പറയുമ്പോൾ, അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നായകന്മാരിൽ ഒരാൾ എന്ന് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം ഇത് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. അദ്ദേഹം മനം മടുത്ത് പറഞ്ഞതാണ് എന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. ആ രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്, അല്ലാതെ അത് കരുതിക്കൂട്ടി പറഞ്ഞതുമാണ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് നോക്കുമ്പോൾ, അതായത് സോക്രട്ടീസ് എത്രയോ, അതായത് BC 320 കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇത് ഓർമ്മ വരികയാണ്. സോക്രട്ടീസ് പറഞ്ഞു എന്താണ് ജനാധിപത്യത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും ജനാധിപത്യം എങ്ങനെ നിൽക്കുമെന്നുള്ളതിനെ കുറിച്ചും സോക്രട്ടീസ് വളരെ കാര്യമായി പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്, ഇതെൻ്റെ വാചകങ്ങളല്ല കേട്ടോ. അതായത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങൾ, അതായത് പാവപ്പെട്ടവർ പണക്കാരുടെ കയ്യിൽ നിന്ന് ധനം തട്ടിയെടുക്കാനായിട്ട്, ധനം സമാഹരിക്കാനായിട്ട് ആഗ്രഹിക്കും. ജനാധിപത്യം അത് നേടിക്കൊടുക്കും. ഒന്നാമത് പറഞ്ഞാണ്. 2, ചെറുപ്പക്കാർ, അതായത് കുട്ടികൾ മുതിർന്നവരെ പോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടും, പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടും. ജനാധിപത്യം അത് നേടിക്കൊടുക്കും എന്നുള്ളതാണ്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകാൻ ഇഷ്ടപ്പെടും. ജനാധിപത്യം അത് നേടിക്കൊടുക്കും. അവസാനം പറഞ്ഞ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. അതാ ഇന്നലെ ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത്. അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം, അക്രമികളും അഴിമതിക്കാരും ഭരണം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കും. ജനാധിപത്യത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കും. ജനാധിപത്യം അത് നേടിക്കൊടുക്കും. എന്നിട്ട് അവസാനം ഒന്നുകൂടെ പറഞ്ഞു,
അവിടെ ജനാധിപത്യം മരിക്കും അവിടെ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. കാരണം ഇത് ഒരുപാട് ധാരാളം അഴിമതികൾ നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു. അതായത് തെരുവിലൊക്കെ ആളുകളെ നേരിടാൻ, അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ അവരെയൊക്കെ കരിങ്കൊടി കാണിക്കുന്നവരെയോ എല്ലാവരുടെയൊക്കെ നേരിടാനായിട്ട് അവരുടെ തന്നെ സംഘടനകളെ, ആളുകളെ, തെരുവ് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. പോലീസുകാർ അവർക്ക് ഓശാന പാടിക്കൊണ്ട് ഇവരെ പിടിച്ചു കൊടുക്കാനുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ കണ്ട് മനം മടുക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നതാണോ എന്തെങ്കിലും? അതാണ് ശ്രീ MT പറഞ്ഞത്, വേറൊന്നുമല്ല. നന്നായിട്ട് പറഞ്ഞു അദ്ദേഹം. ആ പറഞ്ഞത് കുറുക്കി കൊള്ളാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്, കരുതി കൂട്ടി പറഞ്ഞതുമാണ്. അതല്ലാതെ ഇനി അതിന് മുഖം മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഒരു കാർട്ടൂൺ യഥാർത്ഥത്തിൽ മാതൃഭൂമിയിലെ പത്രത്തിലുണ്ട് കേട്ടോ. അതായത് ശ്രീ പിണറായി വിജയൻ്റെ മുഖത്ത് ആ പടം നോക്കിയിട്ട് അതിൻ്റെ മുഖത്തോട്ട് കൊണ്ടുവന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ മുഖം കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവ് ഇവർക്കില്ലല്ലോ എന്നുള്ളതാണ് ഇതിലെ ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ശ്രീ MT അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഇത് പറയാൻ കാരണം അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞോട്ടെ, ഇനിയെങ്കിലും ഒന്ന് വൃത്തിയാകട്ടെ എന്നുള്ള ഒരു കരുതലിലാണ് അദ്ദേഹത്തിൻ്റെ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു സാംസ്കാരിക നായകൻ ഇത് പറഞ്ഞത്. അത് ഇദ്ദേഹത്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് പോലും മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അപ്പോൾ അത് പലരും ഇരുന്നുകൊണ്ടങ്ങ് പറയും. അതിനെ ഒന്ന് കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി അത് ആരെക്കുറിച്ച് പറഞ്ഞാണെന്ന്, അല്ലാതെ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു മുതിർന്ന മനുഷ്യൻ പറഞ്ഞാണ്, ഒരു വലിയ മുതിർന്ന പൗരൻ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സാംസ്കാരിക നായകൻ, വളരെ വിവരമുള്ള ഒരാൾ, അദ്ദേഹം പറഞ്ഞാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുമ്പ് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം പറഞ്ഞു. കാരണം ഈ നമ്മുടെ ഈ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മൗനമായിട്ടൊന്നും ഇരുന്നില്ല, അത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ പറഞ്ഞതാണിത്. ആ പറയാനുള്ള കാരണം ഇന്നതാണ് എന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള കഴിവ് ഇവർക്കില്ലല്ലോ എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട് കേട്ടോ. ഇതാണ് കാര്യം. അപ്പോൾ അവര് ഇനിയെങ്കിലും ഒരു സംശുദ്ധമായ ഭരണം എന്ന് പറയുന്നൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ. അത് നമ്മുടെ സ്വപ്നമാണ്, വേറൊന്നുമില്ല. പക്ഷെ ജനാധിപത്യം പുലരണം, അത് വേണം. അല്ലാതെ ആളുകളെ തെരുവിൽ ആക്രമിക്കുന്നതോ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതോ അവരെ ശാരീരികമായി ആക്രമിക്കുന്നതോ ഒന്നുമല്ല ജനാധിപത്യത്തിൽ വേണ്ടത്. വിമർശനങ്ങൾ സഹിക്കണം. അത് വിമർശനങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യം നന്നാവാൻ വേണ്ടിയുള്ള കാര്യമാണ്. ജനാധിപത്യം ശരിയായി പുലരാൻ വേണ്ടിയുള്ളതാണ് വിമർശനം. ആ വിമർശനം ഇല്ലെങ്കിൽ ജനാധിപത്യം ഒരിക്കലും നല്ല രീതിയിലേക്ക് പോകുന്നില്ല. അങ്ങനെ പോകണം, അതിൻ്റെ ഉദ്ദേശം പറഞ്ഞതാണ്. ഇനിയെങ്കിലും ഇത് ഉൾക്കൊള്ളണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്.